നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടോ? അതായത് നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു ആശയം എത്ര തവണ നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ എടുത്തു വെച്ചിട്ട് ഇനി തുടങ്ങാം, കുറച്ചും കൂടെ പഠിച്ചിട്ട് തുടങ്ങാം, ശരിയായ സമയം വന്നിട്ട് തുടങ്ങാം, കുറച്ചുകൂടി പെർഫെക്റ്റ് ആവട്ടെ എന്നിട്ട് തുടങ്ങാം. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു. പലപ്പോഴും നമ്മൾ തടയണം എന്താണെന്നറിയോ? നമുക്കത് അറിയില്ല എന്നുള്ളത് ഒന്നൊന്നല്ല, ധൈര്യമില്ലായ്മയോ അല്ല, ആരംഭിക്കുന്നതിന് മുമ്പ് എല്ലാം ഉറപ്പാക്കണമെന്ന അമിതമായ ആഗ്രഹം. ഞാൻ OH റഹ്മാൻ, നിങ്ങളുടെ ഇന്നർ പവർ കോച്ച്. ഭാരതീയ തത്വചിന്തയിലെ ഏറ്റവും ആഴമുള്ള ആശയങ്ങളിലൊന്നാണ് നിഷ്കാമ കർമ്മം. അതിനർത്ഥം ഫലത്തെ അവഗണിക്കുക എന്നുള്ളതല്ല, ഫലത്തെക്കുറിച്ചുള്ള അമിതമായ ഭയം നിങ്ങളുടെ പ്രവർത്തനത്തെ തടയാൻ അനുവദിക്കാതിരിക്കുക എന്നുള്ളതാണ്. നിങ്ങളൊരു പുതിയ ബിസിനസ് തുടങ്ങുമ്പോഴും, ഒരു വീഡിയോ പ്രസിദ്ധീകരിക്കുമ്പോഴും, ഒരു പുസ്തകം എഴുതുമ്പോഴും, ഒരു വേദിയിൽ സംസാരിക്കുമ്പോഴും ആളുകൾ എന്ത് പറയും? ആ ചോദ്യമാണ് ആദ്യം നമ്മുടെ തലയിൽ വരുന്നത്. ആ ചോദ്യമാണ് അനേകം സ്വപ്നങ്ങളെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ, ശൈശവാവസ്ഥയിൽ തന്നെ കൊല്ലുന്നത്. മനഃശാസ്ത്രത്തിലും പെരുമാറ്റശാസ്ത്രത്തിലും കാണുന്നത് പോലെ അമിതമായ വിശകലനവും പരാജയ ഭയവും പലപ്പോഴും തീരുമാനങ്ങൾ വൈകിപ്പിക്കാനും പ്രവർത്തനം മന്ദഗതിയിലാക്കാനും കാരണമാകും. അതുകൊണ്ടാണ് വലിയ മുന്നേറ്റങ്ങൾ പലപ്പോഴും കൂടുതൽ അറിവുള്ളവർ സൃഷ്ടിക്കുന്നതല്ല, കൂടുതൽ പ്രവർത്തിക്കുന്നവരാണ് അത് സൃഷ്ടിക്കുന്നത്. ദോസ് ഹു ടേക്ക് ആക്ഷൻ. വിവരം കൂടുന്നതിനനുസരിച്ച് പേടി കൂടിയിട്ട് ഇങ്ങനെ ചിന്തിച്ച് നിൽക്കും. വലിയ വിവരമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ അവർ കൂടുതൽ ആക്ട് ചെയ്യും. സോ വിവരമല്ല ഇവിടുത്തെ മാനദണ്ഡം, ആക്ഷൻ. അറിയുന്ന കാര്യങ്ങൾ വെച്ച് തുടങ്ങുക. ഇന്ന് മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ 5 നിയമങ്ങളൊന്നും നടപ്പിലാക്കാൻ തുടങ്ങുക. 1, പെർഫെക്ഷന്റെ കെണി ഉപേക്ഷിക്കുക. പെർഫെക്റ്റായി തുടങ്ങുന്ന ബിസിനസ് അല്ല, പെർഫെക്റ്റായി തുടങ്ങുന്ന യൂട്യൂബ് ചാനൽ അല്ല, പെർഫെക്റ്റായി തുടങ്ങുന്ന സംരംഭകനല്ല. പെർഫെക്ഷൻ എന്നുള്ളത് പ്രവർത്തനത്തിന്റെ തുടക്കത്തിലല്ല, അത് തുടർച്ചയായി മെച്ചപ്പെടുത്തുന്നതിലാണ് നമുക്ക് പെർഫെക്ഷൻ വേണ്ടത്. അതുകൊണ്ട് സ്വയം ചോദിക്കുക, ഇന്ന് എനിക്ക് തുടങ്ങാൻ കഴിയുന്ന ഏറ്റവും ചെറിയ ചുവട് എന്താ? അതെടുത്താൽ മതി. പറ്റണത് വെച്ച് തുടങ്ങാം. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ 72 മണിക്കൂർ നിയമം, 72 hours റൂൾ സ്വീകരിക്കുക. നിങ്ങൾക്ക് ആവേശം നൽകുന്ന ഒരു ആശയം മനസ്സിൽ വന്നാൽ അടുത്ത 72 മണിക്കൂറിനുള്ളിൽ അതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തമായ നടപടി സ്വീകരിക്കുക. ഒരു ഐഡിയ വന്നാൽ മാക്സിമം 72 hours വെയിറ്റ് ചെയ്യാം. ഒരു ഫോൺ കോൾ, ഒരു വീഡിയോ, ഒരു മീറ്റിംഗ്, ഒരു ഡിസൈൻ, അല്ലെങ്കിൽ ഒരു പേജ് എഴുതുക, അല്ലെങ്കിൽ ഒരു പ്രോട്ടോടൈപ്പ്. ഇതെല്ലാം ആശയങ്ങളാണ്. ആശയങ്ങൾ പ്രവർത്തനമാകുമ്പോഴാണ് നമ്മുടെ ജീവിതം മാറുന്നത്. വിവരം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 1% ഉണ്ടാവുള്ളൂ, ബാക്കി 99% വരുന്നത് എക്സിക്യൂഷനിലാണ്. മൂന്നാമത്തത്, പ്രതികരണങ്ങളെക്കാൾ പുരോഗതിക്ക് വില നൽകുക. ആളുകൾ പ്രശംസിച്ചാലും വിമർശിച്ചാലും നിങ്ങളുടെ പണി തുടരുക. നിങ്ങളുടെ മൂല്യം സോഷ്യൽ മീഡിയയിലെ ലൈക്കുകൾ തീരുമാനിക്കുന്നതല്ല, നിങ്ങൾ സൃഷ്ടിക്കുന്ന മൂല്യമാണ് അത് തീരുമാനിക്കുന്നത്. നാലാമത്തെ കാര്യം, ദിവസവും ചെയ്തുകൊണ്ടിരിക്കുക. ഓരോ കാര്യങ്ങൾ ദിവസവും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക. അതായത് ഡിജിറ്റൽ ലോകത്ത് ദൃശ്യമാകണം അല്ലേ ഓരോ ബിസിനസ് ഓണേഴ്സും. അല്ലെങ്കിൽ എന്തെന്ന് വെച്ചാൽ ഓരോ ബിസിനസ് ഇനിയുള്ള കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ചും മത്സരിക്കാൻ പറ്റാതെ ചിലപ്പോൾ അപ്രത്യക്ഷമായെന്ന് പോരും. അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ പങ്കുവെക്കുക, നിങ്ങളുടെ അനുഭവം പങ്കുവെക്കുക, നിങ്ങളുടെ യാത്ര പങ്കുവെക്കുക. ഓരോ ദിവസവും ഒരു ചെറിയ സംഭാവന നിങ്ങൾ ഈ മനുഷ്യർക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ ജീവിതാനുഭവത്തിൽ നിന്നൊരു കാര്യം നിങ്ങൾ അവരെ അറിയിച്ചാൽ അത് കാലക്രമേണ അവരിലുള്ള നിങ്ങളുടെ വലിയ സ്വാധീനമായിട്ട് വളരും. അഞ്ചാമത്തെ കാര്യം, എക്സിക്യൂഷൻ എന്നുള്ളതൊരു ശീലമാക്കുക. നമുക്ക് എല്ലാ ദിവസവും നല്ല മോട്ടിവേഷൻ ഉണ്ടാകണമെന്നില്ല. എന്ത് തന്നെ സംഭവിച്ചാലും നമ്മൾ മുന്നോട്ട് പോകും, നമ്മൾ ചെയ്തിരിക്കും. അതൊരു ശീലം. ആ ശീലം നമ്മൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് എല്ലാ ദിവസവും പ്രവർത്തിക്കും. വിജയിച്ച എല്ലാവരും അസാധാരണമായ ഒരു മോട്ടിവേഷനിലൊന്നുമല്ല ജീവിക്കുന്നത്. കൺസിസ്റ്റൻസി എന്ന് പറയും, സ്ഥിരതയുള്ള പ്രവർത്തനത്തിലാണ് ജീവിക്കുന്നത്. ചിന്തകൾക്ക് ലോകം മാറ്റാൻ കഴിയില്ല, അത് അവിടെ കിടക്കുന്ന നമ്മളിൽ തന്നെ മണ്ണടിയും. അത് യുക്തമായി പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് അത് മാറ്റങ്ങൾക്ക് കാരണമാകുന്നത്. നമ്മുടെ തലയിൽ ഒരുപാട് പദ്ധതികൾ ഉണ്ടാക്കിയാൽ അതൊരിക്കലും ചരിത്രം സൃഷ്ടിക്കില്ല. നിർവഹണമാണ് ചരിത്രം സൃഷ്ടിക്കുന്നത്. ഇപ്പൊ ഒരു തീരുമാനമെടുക്കുക, കാത്തു നിൽക്കൽ അവസാനിപ്പിക്കുക, ഇന്ന് തന്നെ പഠനം ആരംഭിക്കുക, ഇന്ന് തന്നെ മികവിലേക്കുള്ള യാത്ര ആരംഭിക്കുക. അതാണ് വിജയത്തിന്റെ യഥാർത്ഥ മനോഭാവം. അടുത്ത വീഡിയോയിൽ ചിലരെന്തുകൊണ്ടാണ് ആളുകളെ പ്രീണിപ്പിക്കാൻ ശ്രമിക്കാതെ തന്നെ സ്വാഭാവികമായി ബഹുമാനവും വിശ്വാസവും നേടുന്നത്. ആത്മവിശ്വാസം, വ്യക്തിത്വം, മൂല്യാധിഷ്ഠിത നേതൃത്വം എന്നിവ ചേർത്തി എങ്ങനെ ശക്തമായ ഒരു വ്യക്തിപ്രഭാവം സൃഷ്ടിക്കാം, അതിനെ മാഗ്നറ്റിക് ആൽഫ എന്ന ആശയത്തിലൂടെ നമ്മൾ വിശദമായി പരിശോധിക്കും. ഡോണ്ട് മിസ് ദാറ്റ് വീഡിയോ. See you there.